തിരുവോണ ദിവസം രാത്രി 9 മണിയോടെയാണ് രാജീവിനെ വീട്ടുമുറ്റത്ത് കഴുത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആംബുലൻസിൽ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വല്ലാത്തൊരു ശബ്ദം കേട്ടു, എന്തോ ഒരു വീഴുന്ന ശബ്ദമായിട്ട് കേട്ടപ്പോൾ ഇവൾ അവിടുന്ന് വരുന്നു. ഞാൻ ഈ ഹെഡ്സെറ്റിന് ഇതിൻ്റെ ഇടയ്ക്ക് ഇയർഫോണിൻ്റെ ഇടയ്ക്കൂടെ എനിക്ക് ആ ശബ്ദം കേട്ടു. ഞാനത് ഉരുവയും എവിടെ ഓടി വരുകയും കൂടെ വന്ന് ഞങ്ങൾ ഈ കഥ തുറക്കുമ്പോൾ ചോരയെ കുളിച്ച് കിടക്കുകയായിരുന്നു. ഈ സ്റ്റെപ്പിൻ്റെ മേലിലോട്ട് വെച്ച് കാലും കിഴക്കോട്ട് തലയായിട്ട് കിടക്കുക. ചോര മൊത്തം പോവുക, കുഞ്ഞിൻ്റെ ഇങ്ങനെ വാർന്നു പോവുക. ഇപ്പം എവിടെയാണെന്നോ എന്തോ വന്നു ഒന്നും അറിയാൻ പോയി. ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ബോധവും ഇതെല്ലാം പോയി, സർവകാല ബോധം ഒന്നുമില്ല. എന്തോ സംഭവിച്ചത്? ഇവിടെ കിടന്ന് വിളിച്ചു പോയി അപ്പുറത്ത് ആളൊക്കെ ഓടി വരുന്നത്. അപ്പോൾ പുറകിൽ നിന്ന് എന്തോ ഒരു ആക്രമണം അവനുണ്ടായി. അല്ലെ അവനൊന്ന് വിളിച്ചെങ്കിലും കൂവിയനെ, അവന് വിളിക്കാൻ പോലും പറ്റിയില്ല. കഴുത്തിലെ മുറിവിന് 2 ഇഞ്ചോളം ആഴമുണ്ട്. ഇത് മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ളതാകാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ രാജീവ് ചോര വാർന്നു കിടന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെയൊരു ആയുധം കണ്ടെത്താനായിട്ടില്ല. യാതൊരു ദുർശീലമില്ലാത്ത എൻ്റെ പൊന്നുമോന് എന്ത് സംഭവിച്ചെന്നുള്ളത് ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. എൻ്റെ കുഞ്ഞിന് സ്വയം ചെയ്യാനുള്ള അങ്ങനെ ഒന്നും അവൻ ചെയ്യത്തില്ല. ഞങ്ങളെ വിട്ടവൻ പോത്തുമില്ല, അങ്ങനെയൊന്നുമുള്ള കാര്യം അവന് ചെയ്യാൻ അറിയത്തുമില്ല. എൻ്റെ കുഞ്ഞിനെ ആരും അപായപ്പെടുത്തിയിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം. ആ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ. നാളെ ഒരു അമ്മയ്ക്കും എൻ്റെ പോലൊരു വേദന ഉണ്ടാവരുത്. അസ്വാഭാവിക മരണത്തിന് ഹരിപ്പാട് പോലീസ് കേസെടുത്തു. ആത്മഹത്യയാകാനുള്ള സാധ്യതയുണ്ടെന്നും എന്നാൽ മറ്റെല്ലാ വശങ്ങളും പരിശോധിക്കുന്നുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.